ആചാരമര്യാദകളോടും കൂടി വേദിയിലേക്ക് നമുക്ക് ആർദ്രമായിട്ട് സ്വീകരിക്കാം. ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഭാഗവത നവാഹയജ്ഞത്തിന്റെ 8ാം ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. ഇന്ദിരാക്ക് പെരുമ്പാവൂര് അമ്മയെ പാദങ്ങൾ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗണപതായ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. സ്വാമിയേ ശരണമയ്യപ്പ. ആരൊക്കെ അത് ആ ജ്ഞാന സന്ദേശം സ്വീകരിച്ചു. പക്ഷെ അവിടെ മറ്റ് ഗോപികമാര് അത് സ്വീകരിച്ചില്ല. കാരണം ഉദ്ധവര് പഠിച്ച വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തി ഇല്ലാതെ പോയി. അവിടെ ആരായിരിക്കണമെങ്കിൽ രാധ എന്ന് പറഞ്ഞ വൈസ് ചാൻസലർ ഉള്ള പ്രേമത്തിന്റെ യൂണിവേഴ്സിറ്റി, അവിടെ ഇത് വല്ലതും നടക്കുക. ഉദ്ധവര് തോറ്റുപോയി എന്നല്ല പറഞ്ഞേ, പക്ഷെ അവർക്ക് ജ്ഞാനസന്ദേശം കൊടുക്കാൻ കുറെ ദിവസങ്ങൾ എടുത്തു. ഉദ്ധവർക്ക് അവരുടെ ഭക്തി എന്താന്ന് മനസ്സിലാക്കി. അങ്ങനെ ഉദ്ധവര് കൃഷ്ണന്റെ എല്ലാമായിരുന്നു. പിന്നെ നമുക്കറിയാം ഉദ്ധവര് കാര്യം പറഞ്ഞ നരകാസുര വധം കഴിഞ്ഞ് കൃഷ്ണൻ 16,008 ആൾക്കാരുമായിട്ട് ഗൃഹസ്ഥാശ്രമം നടത്തുന്നു. നാരദനൊരു പൂതി, ഇതെങ്ങനെ നടത്തുന്നു? ഇവിടെ ഒരാളെ കൊണ്ട് തന്നെ പറ്റില്ല, പിന്നെ ഈ 16,008 കൊണ്ട് എങ്ങനെ പറ്റും? അപ്പൊ നാരദര് പതുക്കെ കൃഷ്ണന്റെ അവിടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോ കൃഷ്ണൻ എല്ലാ ഗ്രഹത്തിലും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സത്യഭാമയുടെ വീട്ടില് ഉദ്ധവര് കൃഷ്ണനുമായിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഉദ്ധവരുടെ ആ ആത്മസുഹൃത്താണെന്നുള്ളതിന്റെ ആ തെളിവാണ്. പിന്നെ വേറൊരു സ്ഥലത്ത് നാരദൻ ചെന്നപ്പോ മറ്റു മന്ത്രിമാരുമായിട്ട് ഭരണകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാത്തിലും ആകർഷണീയത എന്താന്ന് വെച്ചാൽ, വേറൊരു സ്ഥലത്ത് ചെന്നപ്പോ യുധിഷ്ഠിരർ രാജസൂയം ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. അവിടെ ഉദ്ധവരാണ് പറഞ്ഞു കൊടുക്കുന്നത് ജരാസന്ധന് ഭീഷ്മരെ കൊണ്ട് കൊല്ലുന്നുള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന് ആവശ്യമില്ല, എന്നാലും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉദ്ധവര്. പക്ഷെ ഇതിന്റെ സന്ദർഭം അതും എല്ലാവരും പറഞ്ഞു. പിന്നെ ഉള്ളത് ദശമസ്കന്ധത്തില് നമുക്ക് കൃഷ്ണൻ എങ്ങനെയാണ് കാണിച്ചു തരുന്നു. ഏകാദശ സ്കന്ധത്തില് കൃഷ്ണനായി എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു തരുന്നു. അടുത്തത് ദശമസ്കന്ധത്തിന്റെ മറ്റൊരു പ്രത്യേകത നിരോധമാണ്, തടസ്സം. ഭഗവാന് ഈശ്വരനുമായി ജീവൻ കൂടിച്ചേരാനുള്ള തടസ്സം. ഈ തടസ്സങ്ങളെല്ലാം നീക്കി എങ്ങനെ ഭഗവാനുമായി കൂടിച്ചേരാമെന്ന് ഏകാദശ സ്കന്ധം കാണിച്ചു തരുന്നു. പിന്നെ ഇനി ഞാൻ തത്വമ പൂച്ച എന്ന് പറയാൻ പോണു. 6ാം സ്കന്ധത്തിന്റെ അവസാനം തൊട്ട് 20ാം സ്കന്ധം വരെ ആണ് ഈ ഉദ്ധവഗീത ഉള്ളത്. പിന്നെ 1372 ശ്ലോകങ്ങള്. അതിൽ ഉദ്ധവഗീത 1043. ഭഗവാൻ ഇരിക്കുമ്പോ ഗീത ഉപദേശിച്ചത് അർജുനന് സ്വധർമ്മം ചെയ്യാനും കർമ്മം ചെയ്യാനും വേണ്ടിയാണ്. ഇവിടെ ഉദ്ധവർക്ക് കൊടുത്തത് ഉദ്ധവർക്ക് വൈരാഗ്യത്തിനും ത്യാഗത്തിനും വേണ്ടിയാണ് കൊടുത്തത്. പിന്നെ ജ്ഞാന സന്ദേശം കൊടുത്തു വിട്ടത് ഗോപികൾക്കാണ്. പിന്നെ ഇനി പറയാനുള്ളത്, ഉദ്ധവരെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? വേറെ എത്ര പേരുണ്ടായിരുന്നു, പക്ഷെ ഉദ്ധവരെ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? അപ്പൊ ഇതിക്ക് മുമ്പ് തന്നെ ഉള്ള പല അധ്യായങ്ങളിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഉപദേശം കൊടുക്കുന്നയാളും അത് സ്വീകരിക്കുന്നയാളും അതിന് അർഹരായിരിക്കണം. അപ്പൊ ഇവിടെ ഉപദേശം കൊടുക്കുന്നത് ഭഗവാൻ, സ്വീകരിക്കുന്നത് ഉദ്ധവര്. പിന്നെ ഉദ്ധവരെ പറ്റി ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ 4ാമത്തെ ആള് 5ാമത്തെ ആളാ പറയുന്നത്. ആ 46ാം ശ്ലോകത്തിൽ ഇന്നലെ രാവിലെ തിരുമേനി തുടങ്ങിയതാ. ഇപ്പൊ ഇനി ഞാൻ വീണ്ടും പറയണു. ആ 46ാം ശ്ലോകത്തിന്റെ തുടക്കം തന്നെ പറയുന്നത് ഉദ്ധവരെ പറ്റിയാണ്. ബൃഹസ്പതിയുടെ ശിഷ്യൻ, കൃഷ്ണന്റെ മന്ത്രി, വൃഷ്ണി വംശത്തിന്റെ ശ്രേഷ്ഠൻ, ഇതെല്ലാത്തിലും ഉപരി ഭഗവാന്റെ
ആത്മസുഹൃത്ത്. ഭഗവാന്റെ ആത്മസുഹൃത്താന്നുള്ളതിന്റെ വിവരണങ്ങൾ ഇവിടെ നിറയെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോണത് ഭഗവാന്റെ ആത്മസുഹൃത്ത് ആയതുകൊണ്ടാണ് വിരഹവേദന അനുഭവിക്കുന്ന ഗോപികമാർക്കും നന്ദഗോപർക്കും ഒക്കെ യശോദയ്ക്കും ഉദ്ധവരുടെ കയ്യില് ജ്ഞാന സന്ദേശം കൊടുത്തു വിട്ടത്. അത് ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ടാണ്. പക്ഷെ യശോദയും നന്ദകുമാരും ഒക്കെ അത് ആ ജ്ഞാന സന്ദേശം സ്വീകരിച്ചു. പക്ഷെ അവിടെ മറ്റ് ഗോപികമാര് അത് സ്വീകരിച്ചില്ല. കാരണം ഉദ്ധവര് പഠിച്ച വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കൊന്നും അവിടെ യാതൊരു പ്രസക്തി ഇല്ലാതെ പോയി. അവിടെ ആരായിരിക്കണമെങ്കിൽ രാധ എന്ന് പറഞ്ഞ വൈസ് ചാൻസലർ ഉള്ള പ്രേമത്തിന്റെ യൂണിവേഴ്സിറ്റി, അവിടെ ഇത് വല്ലതും നടക്കുക. ഉദ്ധവര് തോറ്റുപോയി എന്നല്ല പറഞ്ഞത്, പക്ഷെ അവർക്ക് ജ്ഞാനസന്ദേശം കൊടുക്കാൻ കുറെ ദിവസങ്ങൾ എടുത്തു. ഉദ്ധവർക്ക് അവരുടെ ഭക്തി എന്താന്ന് മനസ്സിലാക്കി. അങ്ങനെ ഉദ്ധവര് കൃഷ്ണന്റെ എല്ലാമായിരുന്നു. പിന്നെ നമുക്കറിയാം ഉദ്ധവര് കാര്യം പറഞ്ഞ നരകാസുരവധം കഴിഞ്ഞ് കൃഷ്ണൻ 16,008 ആൾക്കാരുമായിട്ട് ഗൃഹസ്ഥാശ്രമം നടത്തണം. നാരദനൊരു പൂതി, ഇതെങ്ങനെ നടക്കുന്നു? ഇവിടെ ഒരാളെ കൊണ്ട് തന്നെ പറ്റില്ല, പിന്നെ ഈ 16,008 കൊണ്ട് എങ്ങനെ പറ്റും? അപ്പൊ നാരദന് പതുക്കെ കൃഷ്ണന്റെ അവിടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോ കൃഷ്ണൻ എല്ലാ ഗ്രഹത്തിലും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സത്യഭാമയുടെ വീട്ടില് ഉദ്ധവര് കൃഷ്ണനുമായിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഉദ്ധവരുടെ ആ ആത്മസുഹൃത്താണെന്നുള്ളതിന്റെ ആ തെളിവാണ്. പിന്നെ വേറൊരു സ്ഥലത്ത് നാരദൻ ചെന്നപ്പോ മറ്റു മന്ത്രിമാരുമായിട്ട് ഭരണകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാത്തിലും ആകർഷണീയത എന്താന്ന് വെച്ചാൽ, വേറൊരു സ്ഥലത്ത് ചെന്നപ്പോ യുധിഷ്ഠിരർ യാദവസൂയം ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. അവിടെ ഉദ്ധവരാണ് പറഞ്ഞു കൊടുക്കുന്നത് ജരാസന്ധന് ഭീഷ്മരെ കൊണ്ട് കൊല്ലുന്നുള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാന് ആവശ്യമില്ല, എന്നാലും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉദ്ധവര്. പക്ഷെ ഇതിന്റെ സന്ദർഭം അതും എല്ലാവരും പറഞ്ഞു, എന്നാലും ഞാൻ പറയാം. ഒരിക്കൽ ദ്വാരകയിലേക്ക് ബ്രഹ്മാവ്, ശിവൻ, ദേവന്മാര് എല്ലാവരും കൂടി വന്നു. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, നിങ്ങളുടെ അവതാരോദ്ദേശം കഴിഞ്ഞു, ഇനി നിങ്ങൾ തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് വരേണ്ട സമയമായി. ഇവിടെ ധർമ്മത്തൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശരിയാണ്, എനിക്കറിയാം, പക്ഷെ എനിക്ക് 2-3 പണികളും കൂടെ ഇവിടെ ബാക്കിയുണ്ട്. എന്തായാലും ഇന്നേക്ക് 7 ദിവസത്തിനുള്ളില് ദ്വാരക മുങ്ങും, വെള്ളത്തിനടിയിലാവും. പിന്നെ ഇഷ്ടംപോലെ ബ്രാഹ്മണരെയും മുനിമാരുടെയും ശാപങ്ങള് എതുക്കള് മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പൊക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ അടുത്ത വണ്ടിക്ക് വന്നേക്കാന്നും പറഞ്ഞ് അവിടെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇത് ഉദ്ധവര് കേട്ടു. ഉദ്ധവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, പൊട്ടിക്കരഞ്ഞു, കെട്ടിപ്പിടിച്ചു കൃഷ്ണനെ. എന്താ എന്നെയും കൂടെ കൊണ്ടുപോകുന്നു, എന്നെ വിട്ടു പോവുകയാണ്. ഉദ്ധവർക്ക് കൃഷ്ണന് പോവുകയാണെന്നുള്ളത് ഒട്ടും ഓർക്കാൻ പറ്റിയില്ല. അപ്പൊ ഉദ്ധവരോട് കൃഷ്ണൻ പറയണതാണ് ഈ ഉപദേശങ്ങളെല്ലാം. ഈ അധ്യായം 20 ജ്ഞാനയോഗം, ഭക്തിയോഗം, പിന്നെ കർമ്മയോഗം, ഇതിനെ പറ്റിയാണ് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഉദ്ധവര് പൊട്ടിക്കരയാൻ കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉദ്ധവർക്ക് വൈരാഗ്യം ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഉദ്ധവര് പൊട്ടിക്കരഞ്ഞത്. അതും കൂടെ നേടാൻ വേണ്ടിയാണ് ഇതെല്ലാം ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തത്. ഈ അധ്യായത്തില് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കർമ്മം, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കർമ്മത്തെ എങ്ങനെ കർമ്മയോഗാക്കും, ജ്ഞാനത്തെ എങ്ങനെ ജ്ഞാനയോഗാക്കും, ഭക്തിയെ ഭക്തിയോഗം ആക്കണം. ഇതിനുള്ള നമ്മുടെ 20ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ ഉദ്ധവര് പറഞ്ഞിരിക്കുന്നത് 1-2 ശ്ലോകങ്ങളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി 3, 4, 5 ഉദ്ധവര് ചോദ്യം ചോദിക്കുന്നത്, ഭഗവാനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിലെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അല്ലേ അരവിന്ദാക്ഷ, വിധിയും പ്രതിഷേധവും ഈശ്വരനായ അങ്ങയുടെ ആജ്ഞാരൂപമായ വേദം തന്നെയാണ് എന്ന് വേദം തന്നെയാണ്. ആ വേദമാകട്ടെ കർമ്മങ്ങളുടെ ദോഷ ഭേദഗതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ചെയ്താൽ ഗുണമെന്നും ഇന്നത് ചെയ്താൽ ദോഷമെന്നും വേദം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2ാമത് പറഞ്ഞിരിക്കുന്നത് ഉത്തമ മധ്യമ അധമന്മാരുടെ പറ്റിയാണ്. അതായത് വർണ്ണാശ്രമങ്ങളെ പറ്റിയാണ്. അതെല്ലാം ഇവിടെ ഇത്രയും ദിവസം നിറയെ പറഞ്ഞു. വർണ്ണാശ്രമങ്ങളെ പറ്റിയാണ്.
എന്നാന്ന് വെച്ചാൽ ജാതിയുടെ ഉച്ചനീചത്വത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഉന്നത കുലജാതനായ ഒരു പുരുഷന് താഴ്ന്ന കുലജാതിയായ സ്ത്രീയില് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അത് അനുലോപചൻ, നേരെ വിപരീതമാണെങ്കിൽ പ്രതിലോപചൻ. പക്ഷെ അത് ഇനിയുള്ള കാര്യങ്ങളിലൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ രണ്ടാമത്തെ ഇതിൽ മാത്രമാണ് പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ദ്രവ്യം, ദേശം, കാലം, വയസ്സ്, സ്വർഗം, നരകം, ഇതിനെയൊക്കെ പറ്റി അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വേദത്തിൽ നിശ്ചയിച്ചേക്കാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് ചോദ്യം ചോദിക്കുന്നത്, ഗുണദോഷ ഭേദ ദൃഷ്ടിയില്ലാതെ വിധി നിഷേധാത്മകമായ അങ്ങയുടെ ആജ്ഞാരൂപമായ വേദം എങ്ങനെ നിലനിൽക്കും? ഗുണദോഷങ്ങളിൽ ഭേദസൃഷ്ടിയില്ലാതെ ആജ്ഞാരൂപമായ വേദം എങ്ങനെ നിലനിൽക്കും? അത് അങ്ങയുടെ ആജ്ഞാരൂപം എന്ന് പറയാൻ കാരണം വേദം മനുഷ്യ നിർമ്മിതമല്ല, ഈശ്വര നിർമ്മിതമാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഗുണങ്ങളും ദോഷങ്ങളും നിശ്ചയിച്ച് ദോഷങ്ങൾ ഉപേക്ഷിക്കണം, ഗുണങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട് എന്ന് ശാസിക്കുന്ന അങ്ങയുടെ കൽപ്പനയാവുന്ന വേദവാക്യത്തെ കൂടാതെ എങ്ങനെ ജനങ്ങൾ പരമപുരുഷാർത്ഥം നേടാൻ പറ്റും? പിന്നെ ഗുണദോഷം, മൂന്നാമത്തത്, ഗുണം ദോഷം എന്ന ഭേദമില്ലെങ്കിൽ നിഷേധവിധി ലക്ഷണമായിരിക്കുന്ന കർമ്മകാണ്ഡത്തിന് എന്ത് ഗതി? കർമ്മകാണ്ഡം വേദത്തിൽ പറഞ്ഞേക്കണതാണ്. പിന്നെ പറഞ്ഞത് അങ്ങയുടെ വാക്കെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വേദം. ആ വാക്ക് ദേവന്മാർക്കും പിതൃക്കൾക്കും മനുഷ്യർക്കും ഒരുപോലെ ശ്രേയസ്സാണ്, ശ്രേഷ്ഠമായ കണ്ണാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം ഇപ്പൊ എന്താ പറയണേ? അവിടെ നിന്ന് ഇപ്പൊ ഇതെല്ലാം മാറ്റി പറയുന്നു. അങ്ങനെ ഗുണദോഷ ഭേദം നോക്കാൻ പാടില്ല, അത് നോക്കരുത്, ഇത് നോക്കരുത്. എനിക്കാകെ ക്രമമായി എന്താ ഭഗവാൻ ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നതെന്ന് ചോദിക്കാണ്. അപ്പൊ ഭഗവാന് മാറ്റി പറഞ്ഞത് എന്താന്ന് 19ാം അധ്യായത്തിന്റെ ലാസ്റ്റില് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ത്രിഗുണങ്ങളിലെ ത്രിഗുണം ഏതാണെന്നറിയാലോ, ത്രിഗുണങ്ങളിലെ കർമ്മങ്ങളിലെല്ലാം ഗുണവും ദോഷവും അതില് അതിനെ വിഭജിച്ചറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗുണത്തെ മാത്രം ശ്രദ്ധിക്കുന്നത് ദോഷാന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതോ ഗുണദോഷങ്ങള് ഭേദമില്ല, നല്ലത് ഇന്നത് ഗുണങ്ങളെ സ്വീകരിക്കണം, ദോഷങ്ങള്. ഇപ്പൊ ഗുണത്തെ പറ്റി കൂടുതൽ വിഭജിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത് ദോഷമാണ്. ഇതാണ് ഉദ്ധവർക്ക് സംശയത്തിന് കാരണം, സംശയമല്ല ക്രമം വരാനുള്ള കാരണം. അപ്പൊ ഉദ്ധവര് കൃഷ്ണൻ ഇതെല്ലാം കേട്ട് ചിരിച്ചു. ഭഗവാൻ പറയാണ്, ഉദ്ധവരോട് പറയാണ്, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇത് പുരുഷാർത്ഥങ്ങളാണ്. ഇതില് പരമപുരുഷാർത്ഥം മോക്ഷമാണ്. അല്ലയോ ഉദ്ധവ, ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയല്ല, പലർക്കും പല ബുദ്ധിയാണ്. ചിലർക്ക് നല്ല ബുദ്ധിവാനായിരിക്കും, ചിലര് അല്പം മന്ദിപ്പായിരിക്കും. അപ്പോ ഒരുപോലെ ബുദ്ധി ആയിരിക്കില്ല. ഓരോരുത്തരുടെയും യോഗ്യത അനുസരിച്ച് അവരവർ കാക്ഷിക്കുന്ന ശ്രേയസ് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ 3 വിധത്തിൽ ഞാൻ പറയാം. ഇവിടെ 3 വിധത്തിൽ കാട്ടിത്തരാം. ഒന്ന്, അത് ആദ്യം പറയണത് അതിന് യോഗങ്ങളെന്ന് പറയും. ആദ്യം പറയണത് നിഷ്കാമ കർമാനുഷ്ഠാനം കൊണ്ട് എന്ന കർമ്മയോഗം. രണ്ടാമത് നിർവാച്യമായ പ്രേമത്തോടെ സകലതിനെയും ഈശ്വരനായി കാണുക എന്നുള്ള ഭക്തി യോഗം. പിന്നെ പറയുന്നത് ജ്ഞാനയോഗം, ജഡവസ്തുക്കളെ തള്ളി ചിത് വസ്തുക്കളെ സ്വീകരിക്കുക എന്നുള്ള ജ്ഞാനയോഗം. ഇതാണ് ഈ 3 യോഗങ്ങളും വേദത്തിലെ കർമ്മകാണ്ഡത്തില്, ജ്ഞാനകാണ്ഡത്തില്, ദേവതാകാണ്ഡം, ഇങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പിന്നെ ആർക്കൊക്കെയാണ് കർമ്മം ഈ ഓരോന്ന് ചേരണേന്ന് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തു. കർമ്മങ്ങളെല്ലാം ദുഃഖഭേദുക്കളാണെന്ന് അറിഞ്ഞ് എല്ലാത്തിലും വിരക്തി വന്നയാൾക്ക് ചേർന്നത് ജ്ഞാനയോഗം. അടുത്തത്, അപ്രകാരം വിരക്തി വരാതെയും കർമ്മ നിമിത്തം സിദ്ധിക്കുന്ന സ്വർഗാദികൾ അങ്ങനെ നിസാരമായിട്ട് തോന്നാതെയും, അതായത് കർമ്മഫലങ്ങളിൽ ഇഷ്ടമുള്ളവര്, പിന്നെയോ ഇഷ്ടമുള്ളയും, പിന്നെ അവർക്ക് വിരക്തി അത്രയൊന്നുമില്ല, കുറച്ച് അപ്രകാരം വിരക്തി കുറച്ച് വിരക്തിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അവരുടെ ആഗ്രഹങ്ങള്, കർമ്മങ്ങള്
കർമ്മയോഗം തീരുമാനിക്കും. അപ്പൊ അവർക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമുണ്ട്, മറ്റേ കൂട്ട് വിരക്തി വന്നിട്ടില്ല. പിന്നെ ഏത് മനുഷ്യനാണോ എന്റെ കഥ ശ്രവിക്കുന്നത്, എന്റെ കഥയിൽ ശ്രദ്ധ കാണിക്കുന്നത്, അങ്ങനെ വരുമ്പോൾ മറ്റുള്ള അത്രയും ശ്രദ്ധ മറ്റുള്ളതിലേക്ക് അവർക്ക് ഇത്തിരി ശ്രദ്ധ കുറയും. പക്ഷെ കർമ്മഫലങ്ങളെല്ലാം ആഗ്രഹിക്കും. വിഷയാസക്തി കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ അവർക്ക് ചേർന്നത് ഭക്തിയോഗം. ഈ യോഗങ്ങളെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത് അല്ലയോ ഉദ്ധവ, കർമ്മയോഗം ആർക്കാണ്? പിന്നെ അതിക്ക് കൂടി ഞാൻ പറയാം കർമ്മ എന്താ, കർമ്മയോഗം എന്താന്ന്. കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, എന്നാലും പറയാ. കർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു, ഞാൻ ജയിച്ചു. അത് ഞാൻ പഠിച്ചതുകൊണ്ട് ജയിച്ചു, ഞാൻ ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റ്, ഞാൻ പഠിച്ചു, ഞാൻ ജയിച്ചു. അതേ നേരെ അത് കർമ്മയോഗമാവണമെങ്കിൽ ഞാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്നാലാവുന്നതെല്ലാം പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇനി എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു. അത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നതാണ് കർമ്മയോഗം. പിന്നെ കർമ്മയോഗത്തിന്റെ കാര്യങ്ങളെ പറ്റി ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ ഉദ്ധവ, സ്വകർമ്മം അനുഷ്ഠിക്കുന്നവന്, യജ്ഞങ്ങൾ കൊണ്ട് യജിക്കുന്നവനായിട്ട്, പിന്നെ കർമ്മഫലങ്ങളിൽ ആശയില്ലാത്തവന്, പിന്നെ കാമ്യമായതോ മറ്റൊന്നും ഇല്ലാത്തവന്, ഇവർക്ക് ആണ് കർമ്മയോഗം നല്ലത്. ഇങ്ങനെ ചെയ്യുന്നവരെ, ഏത് സ്വധർമ്മം അനുഷ്ഠിക്കുന്ന, നമുക്ക് ഒരാളാണ് മനുഷ്യരെ കിട്ടിയ സ്വധർമ്മം അനുഷ്ഠിക്കണം. പിന്നെ യജ്ഞങ്ങൾ കൊണ്ട്, യാഗങ്ങൾ കൊണ്ടൊക്കെ പൂജ ചെയ്യണം. പിന്നെ കർമ്മഫലങ്ങളിൽ ആശ പാടില്ല. ഇങ്ങനെയൊക്കെ മറ്റ് കാമ്യമായതോ, അതായത് മറ്റ് ആശയൊക്കെ മാറ്റണം. ഇങ്ങനെ ആചരിക്കുന്നവന് ഏറ്റവും നല്ലത് കർമ്മയോഗമാണ്. ഇങ്ങനെ ചെയ്യുന്ന ആള്, അതായത് ഇതിലേക്ക് വന്ന് ഇങ്ങനെ ആയ ഒരാൾക്ക് സ്വർഗത്തെയോ നരകത്തെയോ പ്രാപിക്കുന്നില്ല, അവർക്കും മേലെ മോക്ഷം വൈകുണ്ഠത്തിലേക്ക് എത്തും. അതാണ് ഭഗവാൻ പറയണത്. ഇങ്ങനെ പിന്നെ അതിനുശേഷം പിന്നെ പറഞ്ഞേക്കാണ്, ഈ സ്വർഗത്തിലും നരകത്തിലും ഇരിക്കുന്നവര് ജ്ഞാനശക്തികൾ കൊണ്ട് സിദ്ധിക്കുന്ന മോക്ഷം സിദ്ധിക്കുന്ന നമ്മുടെ ഈ ലോകത്തെയാണ് കാക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോകാന്നൊക്കെ പറയണത് വെറുതെയാണ്. അവരൊക്കെ അത് സ്വർഗത്തിലും നരകത്തിലും ഇതൊന്നും സാധിക്കാനില്ല. അവരൊക്കെ കാക്ഷിക്കുന്നത് നമ്മുടെ ഈ മോക്ഷത്തെയാണ്, നമ്മുടെ ഈ ലോകത്തെയാണ്. അപ്പൊ നമ്മുടെ മനുഷ്യജന്മം എത്ര ശ്രേഷ്ഠം നോക്കൂ എനിക്ക്. എന്നിട്ട് പറയും, ഈ മനുഷ്യജന്മം ഇങ്ങനെ ശ്രേഷ്ഠമായിരിക്കും, മനുഷ്യദേഹം കിട്ടിയിരിക്കുന്നതിനാൽ വിവേകമുള്ളവര് ചെയ്യേണ്ടതെന്നാണ്. മോക്ഷത്തിനായി ശ്രമിക്കണം. വിവേകിയായ മനുഷ്യൻ സ്വർഗപ്രാപ്തിയോ നരകപ്രാപ്തിയോ കാക്ഷിക്കുന്നില്ല. ശരിക്കും വിവേകിയായ ഒരു മനുഷ്യന് സ്വർഗം വേണ്ട, നരകം വേണ്ട. അവൻ കാക്ഷിക്കുന്നത് മോക്ഷം തന്നെയാണ്. പിന്നെ ഇതിനെ അറിയുന്നവര് പുരുഷാർത്ഥ ഇതാണെങ്കിൽ പോലും മരിക്കുന്നതിന് മുമ്പ് മോക്ഷം നേടാൻ എന്തായാലും പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. അവന് മറവി പറ്റാതെ തന്നെ ഈ മോക്ഷത്തിലേക്കുള്ള വഴി മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കില്ല ചെയ്യണമെന്ന്. ഇതിന് ഉദാഹരണമായിട്ട് ഒരു കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കിളിയുടെ കഥയാണ് പറഞ്ഞേക്കണം. കുഞ്ഞിക്കിളി ഒരു കൂട് വെച്ചു, മരത്തേൽ കൂട് വെച്ചു. ആ കൂട് ഒരു മാസമൊക്കെ എത്ര ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും ആ കൂട് അവിടെ പണിതത്. നാരുകളും ഇലകളും എല്ലാം കൊടുന്ന് ആ കൂട് വെച്ചു. അങ്ങനെ ആ കൂട്ടിൽ കുഞ്ഞിക്കിളി വെയിലും മഴയൊന്നും ഏക്കാതെ ഇരിക്കുകയാണ്. കുഞ്ഞിക്കിളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് സോണാണ് ആ കൂട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരം വെട്ടുകാർ വന്ന് ആ വൃക്ഷം വെട്ടുന്നത്. കുഞ്ഞിക്കിളിയുടെ കൂട് നഷ്ടപ്പെടും, അതായത് കുഞ്ഞിക്കിളിയുടെ വാസസ്ഥലം നഷ്ടപ്പെടും. കിളി എന്ത് ചെയ്തു? കിളിയൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട, കിളി പറന്നുപോയി. കിളിക്ക് ചെറുതുണ്ട്, കിളി പറന്നുപോയി. ഈ കൂടിനോടുള്ള ആഗ്രഹമൊന്നും കിളിക്കുണ്ടായില്ല. ഇതുപോലെ തന്നെയാണ് വൃക്ഷവും പക്ഷിയും പോലെയാണ് ദേഹവും ജീവനും. രണ്ടും വേറെയാണെന്ന് തിരിച്ചറിയുന്നവര് കുറവായിരിക്കും. പക്ഷിക്കും വൃക്ഷത്തിനും തമ്മിൽ കാണിച്ച ഉദാഹരണം നമ്മുടെ ശരീരത്തിനും ജീവനുമായിട്ട് കാണിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഈ ദേഹം ഒരു വൃക്ഷമാണെങ്കിൽ അതിന്റെ ശിഖരങ്ങളെല്ലാം ഓരോ ദിവസമായിട്ട് ഛേദിക്കപ്പെടുകയാണ്. അത് നമ്മൾ അറിയണില്ല. ഹൂമാൻ കാലാത്മാവ് പരമശിവൻ നമ്മുടെ ആയുസ് നമ്മളിൽ നിന്ന് വിട്ടുപോണത്, ഓരോ ദിവസമായിട്ട് കുറഞ്ഞു പോണത് നമ്മൾ അറിയുന്നില്ല. പകലും രാത്രിയുമായി ഛേദിക്കപ്പെടുന്ന ആയുസ് എന്നറിഞ്ഞ് ദേഹത്തിനോടുള്ള ഒട്ടലിൽ നിന്നും മുക്തി നേടി ദേഹവും പിന്നെ ആത്മാവും ഭിന്നമാണെന്ന് മനസ്സിലാക്കണം. ദേഹവും ആത്മാവും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കി ആ ദേഹത്തോടുള്ള ഒട്ടിലിരുന്ന്, അതായത് കൂടിനോട് എങ്ങനെ പക്ഷി ഒട്ടി അതുപോലെ
ഒട്ടി നിന്നിട്ട് പക്ഷി എങ്ങനെ രക്ഷപ്പെട്ടോ, അതായത് ആ കൂടിനോട് ഒട്ടി നിന്നില്ല, അതുപോലെ നമ്മളും ഇവിടെ ഒട്ടി നിൽക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഈ ജന്മത്തിൽ നമുക്ക് മനുഷ്യദേഹമാവുന്ന ഒരു കപ്പൽ തന്നിട്ടുണ്ട്. അത് നമ്മുടെ അത് ദുർലഭമായ ഒരു കപ്പലാണ്. അത് നമ്മുടെ സ്വാധീനത്തിൽ ഇപ്പോൾ ഉണ്ട്. എന്താ, നമുക്ക് ദേഹം തന്നിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ ആ ദേഹം കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ആ കപ്പല് നമ്മുടെ സ്വാധീനത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കപ്പലില് യാത്ര ചെയ്ത് ദുഃഖസമുദ്രം കടന്ന്, അതായത് ദുഃഖസമുദ്രം കിടക്കാന്ന് പറഞ്ഞാൽ സംസാര സാഗരം നീന്തി കടക്കണം. ഇപ്പൊ നിങ്ങൾ നീന്തി കടക്കുകയാണെങ്കിൽ പ്രത്യക്ഷ രൂപമായ ഞാൻ, തോണിക്കാരനായ ഞാനുണ്ട്. പിന്നെ അതുകൂടാണ്ട് അനുകൂല വായു, ഞാനാകുന്ന അനുകൂല വായു ഉണ്ട്. അതായത് കപ്പലിനെ ദുഃഖസമുദ്രം കടത്തേണ്ട ഗതി ആ വായുവിന് അറിയാന്താന്ന്. അങ്ങനെ ആ വായു ഉണ്ട് വീശിയടിക്കാനായിട്ട്, അതിനെ നേരെ നടത്താൻ. പക്ഷെ ഇതൊക്കെ എങ്ങനെ ആയിരിക്കണം? ഈ ഭഗവാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്താലേ ഭഗവാൻ ഇതിനൊക്കെ ഇങ്ങനെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യില് ആ കപ്പലുണ്ട്, മനുഷ്യദേഹം എന്ന് പറഞ്ഞ കപ്പലുണ്ട്. അത് നമ്മൾ ഭഗവാൻ പറഞ്ഞ പോലെയൊക്കെ ആചരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഭഗവാന്റെ സഹായം ഉണ്ടാവും. നമുക്ക് ദുഃഖസമുദ്രം കയറി പറ്റാം, നീന്തി കടക്കാം. ഇനി ഇത് നീന്തി കടക്കാത്തവരെ എങ്ങനെയാണ് ആത്മദ്രോഹികളാണെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഇതുവരെ വിരക്തി വരാനും ജ്ഞാനഭക്തിയൊക്കെ ഉണ്ടാവാൻ ഈ കർമ്മയോഗം ഏറ്റവും ശ്രേയസ്സാണ്. അപ്പൊ ഇതൊക്കെയാണ് ഭഗവാൻ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞേക്കണത്. അടുത്തത് ജ്ഞാനയോഗത്തെ കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനം എന്ന അറിവ്, ആ അറിവിനെ വിവരം, ആ വിവരത്തെ വെറും വിവരമായി നിർത്താതെ അതിനെ ജീവിതവും ആത്മസാക്ഷാത്കാരവും മാറ്റുക എന്നുള്ളതാണ് ജ്ഞാനയോഗം. പിന്നെ വിരക്തി വന്നവന് ഏറ്റവും എല്ലാവർക്കും ജ്ഞാനയോഗം പറ്റില്ല. വിരക്തി വന്നവന് ഏറ്റവും ഗുണമായ മാർഗമാണ് ജ്ഞാനയോഗം. അത് എന്താണെന്ന് വെച്ചാൽ, കർമ്മങ്ങളൊക്കെ ദുഃഖങ്ങളാണെന്ന് തോന്നുകയാൽ അവ നിമിത്തം ഉണ്ടാകുന്ന ഫലങ്ങളിൽ ആസക്തി ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനോവ്യാപാരത്തെ മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആത്മാവിൽ ഉറപ്പിക്കണം. മനസ്സിന് സ്ഥിരത കൊടുക്കുക എന്നുള്ളതാണ് ഈ ജ്ഞാനയോഗത്തിന്. ഇതൊക്കെ ഇരിക്കുമ്പോൾ എത്ര പേര് പറഞ്ഞു മനസ്സിന് സ്ഥിരത കൊടുക്കുക എന്നുള്ളതാണ് ഈ ജ്ഞാനയോഗത്തിന്റെ പ്രത്യേകത. ജ്ഞാനയോഗത്തിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ, ഇന്ദ്രിയങ്ങളെ എല്ലാം അടക്കി മനോവ്യാപാരത്തെ അന്യ വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതെ മനസ്സിൽ ആത്മാവിൽ ഉറപ്പിക്കണം. ആത്മാവിൽ ഉറപ്പിക്കണം, ആത്മാവ് ഭഗവാനിൽ ഉറപ്പിക്കണം. പിന്നെ പറഞ്ഞേക്കാണ്, അങ്ങനെ ഉറപ്പിച്ചു എന്ന് വയ്ക്കും. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കഴിയണമല്ലാട്ടോ, ഒരു ജന്മം കൊണ്ട് കഴിയണമാണ്. പിന്നെ പറയണേ, മനസ്സ് എന്നിൽ ധാരണപ്പെട്ടു, ഭഗവാൻ ഇങ്ങനെ തന്നെ മനസ്സിൽ തന്നെ, ആത്മാവിനെ തന്നെ മനസ്സ് ഉറച്ചു. പക്ഷെ മനസ്സ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. മനസ്സ് അതിന്റെ ഇഷ്ടത്തിന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കും. അങ്ങനെ ആവുകയാണെങ്കിൽ മടി കൂടാതെ അനുസരിക്കുന്ന മാർഗത്തിൽ കൂടി തന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ മനസ്സിന്റെ ഗതിയെ സ്വതന്ത്രമായി വിടരുത്. അതായത് കാട് കയറി മനസ്സിനെ ചിന്തിക്കാൻ അനുവദിക്കരുത്. ജ്ഞാനയോഗം സ്വീകരിച്ചൊരു കാട് കയറി വിടുകയും ചെയ്യരുത് മനസ്സിനെ. അപ്പൊ എന്താ ചെയ്യണേന്ന് വെച്ചാൽ, അങ്ങനെ കാട് കയറി പോവുകയാണെങ്കിൽ മനോഗതിയെ തീരെ എതിർക്കാതെ അല്പാൽപ്പം അനുസരിപ്പിച്ചും കുറേശ്ശെ പിൻവലിച്ചും അവനവന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരണം. ഇതിനൊരു ഉദാഹരണം ഇതിൽ പറഞ്ഞേക്കണേ. സ്വാധീനത്തിലേക്ക് കൊണ്ടുവരാതെ വെറിയോടുകൂടി ഓടുന്ന ഒരു കുതിര, അതിന് പുറത്ത് വാഹനത്തിൽ സവാരി ചെയ്യുന്ന കുതിരയാണെങ്കിൽ അവർക്ക് അത് അതിന്റെ ഇഷ്ടത്തിന് പോവുകയാണ്. അതായത് കുതിരക്കാരന് പോണ, ഇപ്പൊ എനിക്ക് പെരുമ്പാവൂർ ആലുവയ്ക്ക് പോണെങ്കിൽ കുതിര പോണത് മൂവാറ്റുപുഴയ്ക്ക്. അങ്ങനെ അവർക്ക് കുതിരക്കാരൻ വിചാരിക്കാത്ത സ്ഥലത്തേക്കാണ് പോണത്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിപ്പോ കുതിരയുടെ ഇഷ്ടം അറിഞ്ഞ് പതുക്കെ അനുസരിപ്പിച്ചുകൊണ്ട് കുതിരയെ പതുക്കെ താൻ പറയുന്നത് കേൾപ്പിക്കണം. അപ്പൊ എങ്ങനെ കേൾക്കണം? കുതിരയുടെ കടിഞ്ഞാൻ കുതിരക്കാരന്റെ കയ്യിൽ വേണം. ആ കടിഞ്ഞാനില് മുറുകെ പിടിച്ചാൽ അതില് ഭയങ്കര സ്ഥിരതയുണ്ടെങ്കിൽ കുതിര കുതിരക്കാരൻ പറഞ്ഞ വഴിക്ക് തന്നെ പോകും. ഇവിടെ
ഇവിടെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ കുതിരയും മനസ്സും ഒന്നാണ്. നമ്മുടെ മനസ്സിങ്ങനെ തോന്നിയ പോലെ പോകുമ്പോൾ നമ്മൾ അതിനെ സ്വാധീനം കൊണ്ടുവരണം. കുതിരയും അങ്ങനെ തന്നെ പോവും. പിന്നെയോ ബുദ്ധിയും സാരഥിയും, കുതിരക്കാരനും ബുദ്ധിയും തുല്യാണ്. നമ്മൾ ബുദ്ധി കൊണ്ടാണ് നമ്മുടെ സ്വാധീനത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നത്, മറ്റത് കുതിരക്കാരന്. പിന്നെ മോക്ഷവും കുതിരക്കാരന് എത്തേണ്ട സ്ഥലവും ഒന്ന് തന്നെയാണ്, അതും ഇത് തന്നെയാണ്. മോക്ഷത്തിന് എത്തണമെങ്കിൽ അപ്പൊ ഏറ്റവും ഇത് ആ കടിഞ്ഞാണിലുള്ള പിടുത്താണ്. അതായത് എപ്പോഴും ശ്രദ്ധയും സ്ഥിരതയും സൂക്ഷ്മദൃഷ്ടിയും വേണം, ജ്ഞാനയോഗം ഉള്ള അവർക്ക്. പിന്നെ ഭഗവാൻ പറയുന്നത് തത്വവിവേകം കൊണ്ട് എല്ലാ ഭാവങ്ങളുടെയും ഉത്ഭവവും നാശവും അറിയണം. എപ്പോ വരെ? മനസ്സ് തെളിയുന്നവരെ. ഈ തത്വവിവേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മായയിൽ നിന്ന് തത്വത്തെ തിരിച്ചറിയുന്ന വിവേകം, അതാണ് മായയിൽ നിന്ന് തത്വത്തെ തിരിച്ചറിയുന്ന വിവേകം, അതാണ് തത്വവിവേകം. ആ തത്വവിവേകം കൊണ്ട് ഭാവങ്ങളെ, അതിന്റെ ഉത്ഭവവും നാശവും എന്താണെന്ന് തിരിച്ചറിയണം. പിന്നെ മനസ്സ് തെളിയുന്നവരെന്ന്. മനസ്സ് തെളിയാന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇരുട്ടും ദുഃഖമല്ല, ചീത്ത വികാരങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലെ അഴുക്കും ഇരുട്ടും ഒക്കെ ഉണ്ട്. അത് മാറി വെളിച്ചവും സമാധാനമൊക്കെ വന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നു മനസ്ഥിരത എന്നാണ്. മനസ്ഥിരത എന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിന് പ്രസാദമാണ്. മനസ്സിന്റെ സ്ഥിരത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പ്രസാദമാണ്. അപ്പൊ മനസ്സിന് പ്രസാദം കിട്ടുന്നവരെ, എങ്ങനെ ബുദ്ധി തെളിഞ്ഞ് പ്രസാദം കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ തത്വവിവേകം ആലോചിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ പറയുന്നു പ്രകൃതിയിൽ നിന്ന് ഓരോന്നായി ഉത്ഭവിച്ച മഹത്തത്വത്തെ കുറിച്ചാണ്. അഹങ്കാരം പ്രകൃതിയിൽ നിന്നാണ് മഹത് വന്നത്. അപ്പൊ അതിൽ നിന്ന് ഉത്ഭവിച്ച അഹങ്കാരത്തെ, ഇതിനെക്കുറിച്ച് അതിന്റെ ക്രമത്തോടു കൂടി അതിന്റെ ഉത്ഭവവും നാശവും ചിന്തിക്കണം. അപ്പൊ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നമുക്കറിയാം, ഞാനെന്ന ഭാവം. അത് മാറണമെങ്കിൽ അതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കണം. പിന്നെ അടുത്തത് പറയുന്നത് യമനിയമാദികൾ കൊണ്ട് യമനിയമാദികളുടെ യോഗം കൊണ്ട്. യമനിയമാദികൾ എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, ഇങ്ങനെ 8 കൂട്ട അംഗങ്ങളോട് കൂടിയതാണ്. അതായത് അഷ്ടാംഗങ്ങളോട് കൂടിയ യോഗമാണ്. അത് ചെയ്താൽ മനസ്സിനെ നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാൻ, ആത്മാവിന് ഉറപ്പിക്കാൻ പറ്റും. അതാണ് പറയുന്നത്. പിന്നെ എൻ്റെ പ്രതിമ സ്ഥാപിച്ച് ഭഗവാൻ പറയണ അതിൽ നൈമത്തികാദി പൂജകൾ ചെയ്യുന്നു. നൈമത്തികാദി പൂജകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിത്യേന പൂജ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. നിത്യേന പൂജ ചെയ്യണം. അങ്ങനെ ഭഗവാനെ നാമം ജപിക്കുകയും നാമസങ്കീർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനഃചാഞ്ചല്യം കുറയും. പിന്നെ ഇനി പറയാൻ പോണത്, ഉദ്ധവരെ ആദ്യം ചോദിച്ചില്ലേ 3-ാമത്തെ ശ്ലോകത്തില്, ഗുണദോഷ ഭേദമില്ലെങ്കിൽ അങ്ങയുടെ ആജ്ഞയാവുന്ന വേദവാക്യങ്ങളെ കൊണ്ട് എങ്ങനെ പരമപുരുഷാർത്ഥം നേടുന്നുള്ളത്, അതിനുള്ള മറുപടിയാണ് പറയുന്നത്. ഉദ്ധവ, ഗുണദോഷം എന്നുള്ള നിശ്ചയം വിധി നിഷേധം എന്ന വാക്യങ്ങളെ കൊണ്ട് കാണിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെ. അത് കർമ്മങ്ങളെ നിയമപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറയാ, ദോഷം കൂടാതെ കർമ്മമില്ല. അവരവരുടെ അധികാരത്തിൽ വരുന്ന കർമ്മം അവരവർക്ക് ഗുണം ചെയ്യും. ഇപ്പൊ ഞാനൊരു കർമ്മം ചെയ്താൽ എനിക്ക് ഗുണമായിരിക്കും, പക്ഷെ അടുത്തവൻ അത് ദോഷമായി മാറും. അപ്പൊ അതാണ് ഗുണദോഷ കർമ്മങ്ങളുടെ വിഭാവ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് ഗുണമായത് മറ്റേ ആൾക്ക് ദോഷമായിരിക്കും. ഗുണദോഷ വിഭാഗം ചെയ്ത് കർമ്മങ്ങളിലുള്ള ആസക്തിയെ തീരെ ഉപേക്ഷിക്കാൻ വേദം നിശ്ചയിച്ചു. അതായത് ഇത് ഗുണവും ദോഷം ഏതാന്ന് തിരിച്ചിട്ട് കർമ്മങ്ങളിലെ ആസക്തിയെ, അതുകൊണ്ട് ഇത് ചെയ്യണം ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ക്രമേണ സ്വാഭാവിക സകല വ്യാപാരങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കുന്നത് വേദത്തിന്റെ ഉത്തമ വിചാരമാണ്. അതായത് സ്വാഭാവിക വ്യാപാരങ്ങളിൽ നിന്ന് നിവർത്തി മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് പോവുക. അതാണ് വേദത്തിന്റെ ഉത്തമ വിചാരം. പ്രവൃത്തി മാർഗം വേദം എപ്പോഴും ഉപദേശിക്കുന്നില്ല. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാനാണ് എല്ലാം, ഈ കാണുന്നൊക്കെ എൻ്റെ എന്നുള്ള അങ്ങനെയുള്ള മാർഗത്തെക്കുറിച്ച് വേദത്തില് പറയണില്ല. അപ്പൊ ഉദ്ധവർക്ക് ഏകദേശം എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായി. ഒരാൾ ചെയ്യുന്ന കർമ്മം വാക്ക് ഗുണമായിരിക്കും, ചിലപ്പോൾ ദോഷമായിട്ട് വരും. ഇനി അടുത്തത് ഭക്തിയോഗത്തെ കുറിച്ചാണ്. അതൊക്കെയാണ് നമുക്ക്, വിമലയാണോ പറഞ്ഞത് ഭക്തിയോഗമാണ് നമുക്ക് ചേരണമെന്ന്.
ഭക്തിയെ യോഗാക്കണം. ദൈവത്തെ ഇഷ്ടപ്പെടുന്നു, ക്ഷേത്രത്തിൽ പോകണു. പക്ഷെ ഭക്തിയോഗം എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം ഈശ്വര പൂജയാണെന്ന് കരുതി സകലരിലും ഈശ്വരനെ ദർശിക്കുന്നതാണ് ഭക്തി യോഗം. ഭക്തിയോഗം ആർക്കാണ് ചേർന്നതെന്ന് ഭഗവാൻ പറയാണ്. എന്റെ കഥകളിൽ ശ്രദ്ധ ജനിക്കയാൽ അന്യപ്രവൃത്തികളിൽ ശ്രദ്ധ കുറയുകയും കർമ്മഫലങ്ങളിലുള്ള ആസക്തി തീരെ ശമിക്കാതെ ഇരിക്കുന്നു. കർമ്മഫലങ്ങളിൽ എന്ന ആശയുണ്ട്, പക്ഷെ എന്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ട്. അത് കാരണം മറ്റുള്ള പല കാര്യങ്ങൾക്കും പോണുമില്ല. വിഷയ സുഖങ്ങളിലും ആഗ്രഹങ്ങളും തികച്ചും ദുഃഖത്തിന്റെ ഹേതുക്കളാണെന്ന് അവർക്കറിയാം. സുഖങ്ങളും എല്ലാം ദുഃഖത്തിന്റെ കാരണങ്ങളാണ് എന്ന് അറിവുണ്ടായിട്ടും അവയെ ഉപേക്ഷിക്കാൻ ശരീരാഭിമാനം സമ്മതിക്കുന്നില്ല, ഉപേക്ഷിക്കാനുള്ള ശക്തിയില്ല. ഈ സ്ഥിതിയിൽ ഇരിക്കുന്നവനാണ് ഭക്തിക്ക് ഏറ്റവും നന്നായിട്ട് ചേർന്നത്. എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കേണ്ടതെന്നാണ് ഇനി പറയുന്നത്. എന്റെ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അമൃതസമമായ എന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥ കേൾക്കുക, നാമസങ്കീർത്തനങ്ങളും സത്സംഗവും ചെയ്യുക. എപ്പോഴും എന്നെ സേവിക്കുന്ന ഭക്തന് എപ്പോഴും ഭക്തന്റെ ഹൃദയത്തിൽ ഞാനുണ്ടാവും. അതിനാൽ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാമ്യങ്ങളും നശിക്കുന്നു. ഭഗവാനെ എപ്പോഴും വിചാരിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേറെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ പറഞ്ഞു, സർവാത്മാവായ ഞാൻ ഭക്തനാൽ കാണപ്പെടുമ്പോൾ ഹൃദയബന്ധം അറ്റുപോകുന്നു. അതെങ്ങനെ ഹൃദയബന്ധം അറ്റുപോകുന്നു? എല്ലാ കർമ്മങ്ങളും സംശയങ്ങളും അവന്റെ നശിച്ചു പോകുന്നു. എങ്ങനെയെന്നാല് അതുവരെ ഉണ്ടായിരുന്ന ദേഹഭാവ രൂപമായ ഹൃദയഗ്രന്ഥി പോകുന്നു. ഹൃദയഗ്രന്ഥി അറ്റുപോകുന്നു പറഞ്ഞാൽ ഭഗവാനെ ഉള്ളിലിരിക്കുമ്പോ ഉദയഗ്രന്ഥിക്ക് ആസ്പദമായത് ബുദ്ധിയാണ്. അപ്പോ ആ ഭഗവാൻ ഉള്ളിൽ വരുമ്പോ അവന്റെ അഹങ്കാരം എല്ലാം നശിച്ചിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സഞ്ചിത കർമ്മങ്ങളുടെ കയ്യിരിപ്പ് മുതലെല്ലാം നശിക്കുന്നു. അവ എല്ലാം ഭഗവാനില് സമർപ്പിക്കുന്നു. അടുത്തത്, എന്നിൽ ഭക്തിയോട് കൂടിയവനും എന്നിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് പ്രായേണ ജ്ഞാനമില്ല, വൈരാഗ്യമില്ല. അവർക്ക് ജ്ഞാനം വേണ്ട, ഇതൊന്നും വേണ്ട, ഭക്തി മാത്രം മതി. നമ്മുടെ ഗോപികമാരുടെ കൂട്ട് ഭക്തി മാത്രം മതി. പിന്നെ ഇതുകൊണ്ട് തന്നെ അവർക്ക് ശ്രേയസ് ലഭിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്ന യാഗാദി കർമ്മങ്ങള്, തീർത്ഥയാടന, തപസ്, ദാനം, ഇതുകൊണ്ടെല്ലാം കിട്ടുന്ന ഫലങ്ങള് എന്നെ ഭജിച്ചുകൊണ്ട് മാത്രം, എന്നെ മനസ്സിൽ മാത്രം വിചാരിച്ചിരുന്ന് എന്നെ ഭജിച്ചുകൊണ്ടിരിക്കണ ആൾക്ക് ഇതിന്റെ എല്ലാം ഫലങ്ങള് കിട്ടും. അങ്ങനെയുള്ളവർക്ക് എവിടെ പോകാനാണോ, സ്വർഗമോ വൈകുണ്ഠം എവിടെയാ പോകാനെന്ന് വെച്ചാൽ അത് ലഭിക്കും. പക്ഷെ എന്നിൽ ഉറപ്പിച്ച മനസ്സോട് കൂടിയത്, അതായത് ഭഗവാനിൽ ഉറപ്പിച്ച മനസ്സുള്ളവർക്ക് ഒരിക്കലും അവരൊന്നും ആഗ്രഹിക്കില്ല. എന്താന്ന് വെച്ചാൽ പുനരാവൃത്തി രഹിതമായ മോക്ഷം പോലും അവർ ആഗ്രഹിക്കില്ല. കാരണം എന്താ? അവർക്ക് ഭഗവാനിൽ ഭക്തി മാത്രം മതി. നമ്മൾ പൂന്താനൊക്കെ പറഞ്ഞില്ലേ, ഭഗവാനിൽ ഭക്തി മാത്രം മതി. അവർക്ക് വേറെ ഒന്നും അവര് ആഗ്രഹിക്കില്ല. ഒന്നിനെയും അപേക്ഷിക്കാത്ത നില അല്പമല്ലാത്ത ശ്രേഷ്ഠമായ ശ്രേയസ്സാണെന്ന് പറയപ്പെടുന്നു. അത് ഹേതുവായി ഒന്നും ആവശ്യപ്പെടാത്തവനും ഒന്നിനെയും അപേക്ഷിക്കപ്പെടാത്തവനും മായ വന്ന് എന്നിൽ അപേക്ഷിക്കപ്പെടാത്തവനുമായവന് എന്നിൽ ഭക്തി ഉണ്ടാകും. പിന്നെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാത്തിലും ഈശ്വരനെ കാണുന്നവന് ഇഷ്ടവെറുപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് സകലത്തിലും ഈശ്വരനെ ദർശിക്കുന്നവന് ആരോടും വെറുപ്പോ ഇഷ്ടോ ഒന്നുമില്ല. അവന്റെ പ്രവർത്തികൾക്ക് പാപങ്ങളുടെ ഫലബന്ധമില്ല. എല്ലാം സമർപ്പിക്കുന്നത് ഭഗവാനാണ്. അതായത് അതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ കർമ്മം ചെയ്യുന്നില്ല, എന്നെ കൊണ്ട് എല്ലാം ഭഗവാനാണ്. നമ്മൾ എന്നും കേൾക്കണ ഒരു വാക്കാം ഈ തിരുമേനി എന്നും പറയില്ലേ, എല്ലാം ഭഗവാനാ ചെയ്യിപ്പിക്കണേന്ന്. അത് തന്നെ, ഞാൻ കർമ്മം ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുന്നത് ദൈവമാണ് എന്ന തിരിച്ചറിവ് വന്നാൽ കർമ്മഫലം ബാധിക്കില്ല. കർമ്മഫലം എന്ന് വെച്ചാൽ ദോഷം ചെയ്താലും ബാധിക്കില്ല. പിന്നെ ഇതൊക്കെയാണ് ഭക്തിയോഗത്തില് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തേക്കണം. പിന്നെ ഇനിയും തീർന്നിട്ടൊന്നുമില്ല. ഇതിപ്പോ 20 അധ്യായം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി 29 അധ്യായം വരെ ഉപദേശങ്ങളുണ്ട്. സംഖ്യാതത്വ നിരൂപണം, പൂജാക്രമങ്ങള്, ഇത് തന്നെ ഭക്തിയോഗം, ഇതെല്ലാം ഇനിയും വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഉദ്ധവര് ബദരിയിലേക്ക് പോകും. അവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഉദ്ധവര് പോകുന്നത്
ഗോപികമാരുടെ പാദധൂളികൾ വീണ പുൽമേട്ടിലെ വൃന്ദാവനത്തിലെ ആ പുൽമേട്ടിന് നമസ്കരിച്ചുകൊണ്ടാണ് ഉദ്ധവര് പോണത്. അപ്പൊ ഗോപികമാരുടെ ഭക്തി എന്ന് ഓർത്ത് നോക്കി ഉദ്ധവർക്ക് മനസ്സിലായത് അങ്ങനെ പോണത്. അവിടെ ചെന്ന് ബദരിയിൽ ചെന്ന് ഭഗവാൻ പറയണ പോലെയൊക്കെ ചെയ്ത് അവസാനം സമയമായപ്പോ ഉദ്ധവര് വൈകുണ്ഠത്തിലേക്ക് തന്നെ പോയി. അത് വൈകുണ്ഠത്തില് കവാടത്തില് ഉദ്ധവര് ഭഗവാനെ നോക്കി ഭഗവാൻ ഉദ്ധവരെ നോക്കി നിപ്പുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ഇത്രയൊക്കെ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. യോഗേശം സച്ചിദാനന്ദം വാസുദേവം ഹരിപ്രിയം ധർമ്മ സംസ്ഥാനകം വീരം കൃഷ്ണം വന്ദേ ഗുരു ജഗദ്ഗുരു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏകാദശ സ്കന്ധം ഓരോരുത്തര് ഓരോരോ രീതിയിൽ അല്ലേ, എന്താ പറയാ, ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇനി അപ്പുറത്തേക്കൊന്നും പറയാനില്ല. എന്തായാലും ഇത് പറഞ്ഞങ്ങ് തീർക്കുക എന്നുള്ളൊരു വാശിയിലായിരുന്നു ശരിക്ക് അല്ലേ. എന്തായാലും വളരെ സന്തോഷം. കാരണം ഇത്രയും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാന്റെ കാരുണ്യം. കാരണം എളുപ്പമല്ല ഏകാദശം എന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഫലിപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് ശരിക്ക്. എന്തായാലും വളരെയധികം സന്തോഷം. ഇനിയും ധാരാളം അറിവുകൾ സമ്പാദിക്കട്ടെ, അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കട്ടെ, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ധാരാളം സത്സംഗങ്ങൾ കിട്ടട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവാൻ ഭാഗവത കുടുംബം ഒന്നടങ്കം ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.